ഹലോ ഫ്രണ്ട്സ്, മഴനൂര് മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന ഇല്ലാത്തതിൻ്റെ കുറവ് നല്ലപോലെ അനുഭവിക്കുന്നുണ്ട് കേട്ടോ. വൈജയന്തിയും വീട്ടുകാരും ഒക്കെ അവിടെ ഭക്ഷണം ഉണ്ടാക്കാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടാവുന്നുണ്ട്. മറ്റേത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എടുത്ത് കഴിക്കുക മാത്രമല്ലേ അവരുടെ പണിയായിരുന്നത്. രാവിലെ തന്നെ അമ്മയ്ക്കുള്ള ആഹാരമൊക്കെ കൊടുത്തിട്ടുണ്ട്. ശനി ഞായറും അല്ലേ, സ്കൂളില്ലല്ലോ, പിള്ളേരെ അമ്മയെ നോക്കിക്കോളുന്നുള്ള വിശ്വാസത്തിലാണ് ആഹാരം കൊടുത്തു കഴിഞ്ഞിട്ട് കൈ കഴുകാൻ വെള്ളം പോലും കൊടുത്തിട്ടില്ല. കുറേ സമയമായി കഴിച്ചു കഴിഞ്ഞ് അങ്ങനെ ഉണങ്ങിയ കൈയായിട്ടിരിക്കുന്നു. അങ്ങനെ സൗദാമിനി അമ്മ അകത്ത് നിന്നുകൊണ്ട് ഉറക്കെ വിളിക്കുകയാണ്, വൈജയ് വൈജയെന്ന്. ആരും കേൾക്കണില്ല. പിള്ളേർ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. അവസാനം അമ്മയുടെ വിളി കേട്ടിട്ട് അകത്തേക്ക് കയറി വരികയാണ് കേട്ടോ ബാലചന്ദ്രൻ. എന്തിനാ അമ്മ ഇങ്ങനെ ഇടന്ന് വിളിക്കുന്നേ? എൻ്റെ പൊന്നു മോനെ, ഇത് കണ്ടോ? എൻ്റെ കൈയാണെങ്കിൽ ആകെ ഉണങ്ങിയിരിക്കുന്നു. എത്ര സമയമായി ആഹാരം തന്നിട്ട് അവൾ പോയി. ഇന്ന് കൈ കഴുകാൻ വെള്ളം പോലും കൊണ്ട് തന്നിട്ടില്ല. അലീന കൊച്ചുണ്ടായിരുന്നപ്പോൾ ഒന്നും അറിയണ്ടായിരുന്നു. അവൾ എന്തൊക്കെ പണികളാണ് അറിഞ്ഞും കണ്ടും ചെയ്യുന്നത്. പാവം, 2 ദിവസം അവൾ മാറി നിന്നപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം അവതാളത്തിലായല്ലോ. അതങ്ങനെയാ. സാരമില്ല, അമ്മ വിഷമിക്കണ്ട. അമ്മയ്ക്ക് വെള്ളമില്ലേ വേണം, ഞാൻ എടുത്തിട്ട് വരാം. അയ്യോ വേണ്ട, നിന്നെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനല്ല ഞാൻ തീരുമാനിച്ചത്. വൈജയോ മക്കളെയോ ആരെങ്കിലും നീ വിളിച്ചാൽ മതി. അതിനെന്താ അമ്മേ, ഞാൻ വെള്ളം എടുത്തുന്നാൽ എന്താ? ഞാനും ഈ വലിയ അങ്ങ് സ്വർണ്ണക്കരണ്ടിയിലൊന്നും കൊണ്ടുവന്ന് ജനിച്ച ആളൊന്നുമല്ല. താഴ്മയോടുകൂടി ജനിച്ച ഒരാൾ തന്നെയാണ്. എനിക്കും ഇതൊക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഒരു കപ്പ് വെള്ളം എടുത്ത് കൈ കഴുകാനായിട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് കൈ ഇറക്കി കഴുകണം കേട്ടോ സൗദാമിനി. ഉടനെ തന്നെ കൈയും വായും കഴുകാനായിട്ടൊരു ടവലും കൊടുക്കുകയാണ്. ആ പാത്രവും മഗ്ഗും ഒക്കെ തിരിച്ച് വാങ്ങാണ്, കൊണ്ട് വയ്ക്കാനും കഴുകാനും ഒക്കെ ആയിട്ട്. അപ്പോൾ സൗദാമിനിക്ക് വല്ലാത്ത വിഷമം. എന്നാലും മോനെ കൊണ്ട് ഞാനിതൊക്കെ ചെയ്യിക്കേണ്ടി വന്നല്ലോ. എൻ്റെ പാത്രമൊന്നും കഴുകണ്ട മോനെ. അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ, ഞാൻ കഴുകിയാലും ഒരു കുഴപ്പമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് സൗദാമിനി അമ്മ. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഡോറ് തുറന്ന് ഇറങ്ങി വരുന്നുണ്ട് നമ്മുടെ വൈജ. എന്താ ഇവിടെ ബാലചന്ദ്രൻ എന്തിനാ അമ്മയുടെ അടുത്ത് വന്നത്? അപ്പോൾ അതായോ ചോദ്യം? നീ ഇരിക്കേണ്ട അടുത്ത് നീ ഇരുന്നില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ കയറിയിരുന്നെന്ന് വരും. അത് നിനക്ക് മനസ്സിലായോ എന്നൊക്കെ ഇങ്ങനെ പറയാം. ബാലചന്ദ്രൻ എന്താ കടങ്കഥ പറയാ? ഇതൊക്കെ ഒരു കടങ്കഥ തന്നെയാ, നിനക്ക് അങ്ങനെയൊക്കെ തോന്നും. ഞാൻ അങ്ങോട്ട് പോവാമെന്ന് പറഞ്ഞ് നേരെ വെളിയിലേക്ക് ഇറങ്ങാട്ടോ. എന്നിട്ട് അകത്തേക്ക് കയറി വരുമ്പോൾ അമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മയെ ബാലചന്ദ്രൻ അങ്ങനെ പറഞ്ഞിട്ട് പോയത്? അവൻ പറഞ്ഞൊന്നും നിനക്ക് മനസ്സിലായില്ല അല്ലേ? ഇപ്പം തന്നെ നീ എത്ര സമയം എനിക്ക് ആഹാരം തന്നിട്ട് പോയിട്ട് കൈ കഴുകാൻ ഇച്ചിരി വെള്ളം കൊണ്ട് തരണമെന്നും ആ പാത്രം തിരിച്ച് വാങ്ങിക്കൊണ്ട് പോകണമെന്നും നിനക്കറിയോ? ഞാൻ എത്ര സമയമായിട്ട് ഇവിടെ എല്ലാവരെയും കിടന്ന് വിളിക്കുന്നു. എന്നിട്ട് നിങ്ങളാരും ഇങ്ങോട്ട് വരാത്തത് കൊണ്ടാണ് ബാലചന്ദ്രൻ എൻ്റെ ശബ്ദം കേട്ട് ഇങ്ങോട്ട് വന്നത് എന്ന് പറയാം. അത് ശരി, ഞാൻ ബബിതയെ ഏൽപ്പിച്ചിരുന്നാണല്ലോ. എടി ബബി, ഇവിടെ വാടി, ഇങ്ങോട്ട് വന്നേ. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്ക് കൈ കഴിക്കണമെന്ന്? അമ്മ പറഞ്ഞു എന്നോട്, പക്ഷേ ഞാനത് കൃഷ്ണയോടാണ് പറഞ്ഞത്. അത് ശരി, നിന്നെ ഏൽപ്പിച്ച ജോലി നീ അടുത്താളെ ഏൽപ്പിച്ചു അല്ലേ? എന്നിട്ട് കൃഷ്ണ എന്തേ? ആരുമില്ല. ഇപ്പം ദേ അച്ഛൻ വന്ന് ചെയ്തു കൊടുക്കേണ്ട ഇത് വന്നിട്ടുണ്ട്. ഇപ്പം എന്താ വേണ്ടത്? ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വരണോ? വേണ്ട, ഇപ്പം എനിക്ക് നീ വെള്ളം എടുക്കണ്ട, ഒന്നും എടുക്കണ്ട, ഒന്ന് പോയി തന്നാൽ മതി എന്ന് മുത്തശ്ശി പറയാം. ശരി, എന്നാൽ ഞാൻ പോക്കോളാം എന്നും പറഞ്ഞ് ബബിത അവിടുന്ന് പോവാട്ടോ. അവസാനം അമ്മ തന്നെ വൈജിയോട് പറയാം, എടി ആഹാരത്തിന് ശേഷം എനിക്ക് മരുന്നും ഗുളികയുണ്ട്, അതെങ്കിലും നിനക്ക് എടുത്ത് തരാൻ പറ്റുമോ? തരാം എന്ന് പറഞ്ഞ് എടുത്ത് കൊടുക്കുക. ഇതേ സമയത്ത് തന്നെ രാവിലെ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറി ഇറങ്ങാണ് അലീനയും അതുപോലെ രേവതിയും കൂടെ. പെട്ടെന്ന് അവിടെ എത്തണമല്ലോ. കൊല്ലത്ത് പോയാൽ മാത്രം പോരാ, അവിടെ നിന്ന് തിരിച്ച് വീണ്ടും ഇവിടെ വരണം എറണാകുളത്തേക്ക്. എന്നിട്ട് ഇവിടുന്ന് ബസ് കയറി വേണം കോട്ടയത്തേക്ക് എത്താൻ. നേരം വിളകുന്നതിന് മുന്നേ അവിടെ എത്തണമല്ലോ. വീട്ടു ജോലികൾ ചെയ്യാൻ കിടക്കുമല്ലേ, ഈ ടെൻഷനാണ് അലീനയ്ക്ക്. അങ്ങനെ പെട്ടെന്ന് ഇറങ്ങിക്കൊണ്ട് നിൽക്കുന്നതിനിടയ്ക്ക് രേവതി ആൻറ്റീന്ന് വിളിക്കാനോട് ഗ്രേസമ്മേ, ഞങ്ങൾ പോവാൻ ഇറങ്ങാം. നിങ്ങൾ പോവാൻ ഇറങ്ങുക, ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവാടി, ഒന്ന് നിൽക്കുക, യാത്ര പറഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് താഴെ ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ ഇവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങോട്ടാണ് പോണേ? ഞാനും മാമച്ചനും കൂടെ ആലപ്പുഴ വരെ പോകുന്നുണ്ട്, അവിടെ ഒരാളെ കാണാനുണ്ട്. അപ്പോൾ രേവതിക്ക് നല്ല വിഷമമായി കേട്ടോ. അവരുടെ കൂടെ യാത്ര പോകാൻ പറ്റുന്നില്ലല്ലോ, ഇവർ വേറെയല്ലേ പോണേ. അപ്പോൾ രേവതി പറയാം, അത് വേറൊരു ദിവസം ആക്കി കൂടായിരുന്നോ? ഞാനും കൂടെ വരുമായിരുന്നല്ലോ. അത് വേണ്ട, ഞങ്ങൾക്ക് ഇന്ന് തന്നെ പോകണം. അപ്പോൾ ഉടനെ രേവതി പിണങ്ങിയതുപോലെ ആയിട്ടോ. അവസാനം മാമച്ചൻ പറയാനുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ കൊല്ലത്തേക്കല്ലേ, ഞങ്ങൾ പോണ വഴിയിലിറക്കാം, അവിടുന്ന് ബസ്സിൽ കയറി നിങ്ങൾ പൊക്കോ, അതല്ലേ നല്ലത്. അതല്ല എന്നാലും ഞങ്ങളെ കൊണ്ടുപോകത്തില്ല. സാരമില്ല, അലീന പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾ വഴിയിൽ ഇറക്കിയാൽ മതി, ഞങ്ങൾ അവിടുന്ന് പൊക്കോളാം. ശരി, എന്നാൽ പിന്നെ കയറ്. അങ്ങനെ ഏകദേശം വണ്ടിയിൽ കയറി യാത്ര തുടങ്ങുമ്പോൾ ആലപ്പുഴ കഴിഞ്ഞു. ആലപ്പുഴ കഴിയുമ്പോൾ വഴിയിലുള്ള ബോർഡുകളൊക്കെ അലീനയും രേവതി ശ്രദ്ധിക്കാട്ടോ. ആലപ്പുഴ എഴുതി വെച്ചിരിക്കുന്നത്, എന്നിട്ടും അങ്കിള് നിർത്തുന്നില്ല. എന്തേ നിർത്താത്തതെന്ന് ചോദിക്കാട്ടോ. അയ്യോ, സ്ഥലം കഴിഞ്ഞു പോയോ? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഇതിപ്പം ആലപ്പുഴ കഴിഞ്ഞ് ഒത്തിരി ഇങ്ങോട്ട് വന്നു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക?
എന്തായാലും ഇതുവരെ വന്നില്ലേ, ഇനി നമുക്ക് കൊല്ലം വരെ പോവാം, പോയി ഇവരെ കൊണ്ട് അവിടെ ആക്കിയിട്ട് തിരിച്ച് ആലപ്പുഴ പോവാം എന്നിങ്ങനെ പറയാട്ടോ. ശരിക്കും പറഞ്ഞാൽ അവർ രണ്ടുപേരും ഇവരെ കൊല്ലത്ത് കൊണ്ടുപോകണം, ഒറ്റയ്ക്ക് വിടാനുള്ള മടി കൊണ്ടാണ് അവർ കാറിൽ കൊണ്ടുപോകുന്നത്. അത് അലീനയ്ക്കും രേവതിക്കും പിന്നീട് മനസ്സിലായി. അങ്ങനെ നേരെ കൊല്ലത്ത് ചെന്നിറങ്ങാണ്. വഴിയിൽ വെച്ചിട്ട് തന്നെ ഷോപ്പിംഗ് എല്ലാം നടത്തിയിരുന്നു. അവളെ ചിന്നുകുട്ടിക്ക് കൊടുക്കാനുള്ള ഡ്രസ്സും പാവയും ഒക്കെ വാങ്ങിച്ചു. അതെല്ലാം കൊണ്ടാണ് പോകുന്നത്. അവിടെ ചെന്നിറങ്ങുമ്പോൾ തന്നെ വല്ലാത്ത സങ്കടം അവർക്ക് തോന്നുന്നുണ്ട്. 2 മാസമായി ചിന്നുകുട്ടി അവിടെ കൊണ്ടാക്കിയിട്ട് അവൾ വിഷമിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ മാമച്ചനും ഗ്രേസമ്മയും പറയണം, നമ്മളിവിടെ ഇറങ്ങാണ്, എന്നിട്ട് കുഞ്ഞിനെയൊക്കെ കാണാമല്ലോ, എല്ലാവരെയും പരിചയപ്പെട്ടിട്ട് പോവാം. അപ്പോൾ അന്ന് ചിന്നുകുട്ടിയെ കൊണ്ടാക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന സുപ്പീരിയർ സിസ്റ്റർ അവിടെ ഇപ്പം ഇല്ല, അവർ സ്ഥലം മാറി, പുതിയൊരാളാണ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ അവരെ വന്ന് പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇവിടുത്തെ ചിന്നുകുട്ടി മാത്രമല്ല എല്ലാ കുട്ടികളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും ഞാൻ നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അലീനയും രേവതിയും ഒക്കെ ഓരോ സ്ഥലങ്ങളിൽ എങ്ങനെ പെട്ടുവെന്നും അതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്ന് പറയാട്ടോ. അപ്പോൾ അലീന പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, ഞാൻ കോട്ടയത്ത് ഒരു വീട്ടിൽ ഒരു പ്രായമായ അമ്മയെ നോക്കാൻ വേണ്ടി നിൽക്കുക. ഇതെൻ്റെ അനിയത്തിക്കുട്ടി രേവതി, ഇവരാണ് നോക്കുന്നത്. ഇത് ആൻറ്റിയും അങ്കിളുമാണ്. ഇവർ അന്ന് കൂട്ടിക്കൊണ്ട് പോയപ്പോൾ എഗ്രിമെൻ്റ് പേപ്പറിൽ എഴുതി ഒപ്പിട്ട് പോയത് ജോലിക്ക് ഒരാളെ വേണമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ് ഈ രേവതിയെ. പക്ഷേ നോക്കുന്നത് അങ്ങനെയല്ല, ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് എങ്ങനെ വളർത്താം അതുപോലെ അവളെ നോക്കുന്നത്. അപ്പോൾ സിസ്റ്റർ ചോദിക്കുന്നുണ്ട്, അത് ശരി, അത്ര നല്ല മനുഷ്യരല്ലേ നിങ്ങൾ? ഇന്നത്തെ കാലത്ത് ആർക്കും അങ്ങനെ ആവാനൊന്നും കഴിയില്ല. ദയയും സഹാനുഭൂതിയും സ്നേഹവും ഒക്കെ കാണിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ആ സ്ഥാനത്ത് നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ കാണിക്കുമ്പോൾ ദൈവകരണം ഒരുപാടുണ്ടാവും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും, എന്നാലും മോള് ഭാഗ്യവതിയാ എന്നൊക്കെ ഇങ്ങനെ പറയാം. ശരി, ഇനി ഞങ്ങൾ ചിന്നിക്കുട്ടീനെ കണ്ടോട്ടെ, നിങ്ങൾ ചെന്ന് കാണുമെന്ന് പറഞ്ഞ് അവരകത്തേക്ക് പോവാട്ടോ. അപ്പോൾ ഗ്രേസമ്മയും മാമച്ചനെ അവിടെ പിടിച്ചിരുത്തിയിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, എനിക്കൊരു മോളുണ്ട്, സൗത്ത് ആഫ്രിക്കയിലാണ് ഇപ്പോൾ ഉള്ളത്. അവളും ഇതുപോലെ കർത്താവിൻ്റെ മണവാട്ടി വേഷം സ്വീകരിച്ചു, കന്യാസ്ത്രീയാണ്. ഓ അത് ശരി, എന്തായാലും നിങ്ങൾക്ക് എന്താ കഴിക്കാനും കുടിക്കാനും ഒക്കെ വേണ്ടേന്ന് ചോദിക്കുക. അപ്പോൾ ഞങ്ങൾക്കൊന്നും വേണ്ടാന്ന് പറയാം. പോരാഞ്ഞിട്ട് അവരുടെ ഒരു മകനുണ്ടല്ലോ, അത് മരിച്ചുപോയി, ആ കാര്യവും പറയാനുണ്ട് കേട്ടോ. അത് സിസ്റ്റർ നല്ല വിഷമമുണ്ട് അത് കേൾക്കുമ്പോൾ. അപ്പോൾ കഴിക്കാനും വേണ്ട കുടിക്കാനും വേണ്ടെന്ന് മാമച്ചൻ പറയണമെങ്കിലും സിസ്റ്റർ പറയാം, ഇത്രയും ദൂരം കാർ ഓടിച്ച് 3-4 മണിക്കൂറോളം നിങ്ങൾ വണ്ടി ഓടിച്ച് വന്നതല്ലേ, എന്നിട്ട് കുടിക്കാനൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവില്ല, ഞാൻ ദേ വരുന്നു, നിങ്ങളിവിടെ ഇരിക്കാമെന്ന് പറഞ്ഞ് സിസ്റ്റർ ചായ എടുക്കാനിട പോവാട്ടോ. ആ സമയത്ത് നമ്മൾ ചിന്നുകുട്ടി അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ചിന്നുകുട്ടി ഒന്ന് കണ്ടോളാം വയ്യാതെ ഓടിച്ചെല്ലാണ്. രേവതിയും അതുപോലെ അലീനയുടെ കയ്യിൽ പാവയും ഒക്കെ ഉണ്ട്. പക്ഷേ ചിന്നുകുട്ടി അവരെ കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഭയങ്കര പിണക്കത്തിലാട്ടോ. കാരണം അന്ന് വരുന്നു എന്ന് പറഞ്ഞ് ഇട്ടേച്ച് പോയിട്ട് 2 മാസമായി. ഓരോ ദിവസവും ഉറക്കത്തിൽ നിന്ന് നിലവിളിക്കുകയാണ് ചിന്നുകുട്ടി, എൻ്റെ അലീന ചേച്ചി എവിടെ, രേവതി ചേച്ചി എവിടെയെന്നും പറഞ്ഞിങ്ങനെ പിന്നെയും മുട്ടായിയും കേക്കും സ്റ്റാറും ഒക്കെ വാങ്ങി പോയെന്ന് ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ എത്ര പേരുടെ പുറകെ ആ ചേച്ചിയെ പോലെ തോന്നിയിട്ട് ഇറങ്ങി ഓടിയത് ആ കുട്ടി. അതിൻ്റെ എല്ലാ പിണക്കവും പരിവവും ഒക്കെ മനസ്സിലടക്കി വെച്ച രേവതിയോടും അതുപോലെ അലീനയോടും മിണ്ടുന്നു പോലില്ല. അത് കാണുമ്പോൾ അവരുടെ നെഞ്ച് തകർന്നു പോകുക കേട്ടോ. ഇതാണ് എപ്പിസോഡ്. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.